നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മേൽ തന്നിരിക്കുന്ന അടയാളം ഭൂപടങ്ങളിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ കോണ്ടൂർ രേഖയാണ്. അപ്പോൾ എന്താണ് കോണ്ടൂർ രേഖകൾ? അതായത് ഈ കോണ്ടൂർ രേഖ അല്ലാതെ ഫോം ലൈൻസ് ഉണ്ട്, സ്പോട്ട് ഹൈറ്റ് ഉണ്ട്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് ഉണ്ട്, ബെഞ്ച് മാർക്കുണ്ട്. ധരാതല ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നത് കോണ്ടൂർ രേഖകൾ, ഫോം ലൈനുകൾ, സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്, ബെഞ്ച് മാർക്ക് മുതലായ മാർഗങ്ങളിലൂടെയാണ്. അപ്പോൾ എന്താണ് കോണ്ടൂർ രേഖകൾ? സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് കോണ്ടൂർ രേഖകൾ എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. എന്താണ് ഫോം ലൈൻസ്? ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോഴത്തേക്കും ആ പ്രദേശത്തിൻ്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാത്ത രേഖകളാൽ ചിത്രീകരിക്കുന്നു. ഇവയാണ് ഫോം ലൈൻസ്. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ പറ്റാതെ വരുമ്പോഴത്തേക്കും ആ പ്രദേശത്തിൻ്റെ ഉയരം ഭൂപടങ്ങൾ തുടർച്ചയില്ലാത്ത രേഖകളായി ചിത്രീകരിക്കുന്നു. ഇതിനെയാണ് ഫോം ലൈൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്പോട്ട് ഹൈറ്റ്. എന്താണ് സ്പോട്ട് ഹൈറ്റ്? ഒരു പ്രത്യേക സ്ഥാനത്തിൻ്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങൾ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന ഒരു സംഖ്യ കൂടെ കാണും. ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥാനത്തിൻ്റെ ഉയരം കാണിക്കാൻ വേണ്ടി ഒരു കറുത്ത ബിന്ദുവും അതിൻ്റെ കൂടെ ഒരു സംഖ്യയും കാണും. ഇതിനെയാണ് സ്പോട്ട് ഹൈറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക സ്ഥാനത്തിൻ്റെ ഉയരം കാണിക്കാനാണ് സ്പോട്ട് ഹൈറ്റ്. ഇനി ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്, അതായത് ട്രെഗ്നോമെട്രിക്കൽ സർവേയുടെ അടിസ്ഥാനത്തിൽ സ്ഥലത്തിൻ്റെ ഉയരം ഒരു ട്രയാങ്കിൾ കൊടുക്കും. ഒരു ട്രയാങ്കിൾ ചിഹ്നത്തോടെ ഭൂപടത്തിൽ എന്ത് ചെയ്യും? രേഖപ്പെടുത്തും. അതാണ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്. ബെഞ്ച് മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ജലസംഭരണികൾ, കെട്ടിടങ്ങൾ മുതലായവയുടെ ഉയരം BM എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തും. ഈ കെട്ടിടം, ജലസംഭരണികളുടെയൊക്കെ ഉയരം, അതാണ് ബെഞ്ച് മാർക്ക്. ഓക്കെ. അപ്പോൾ കോണ്ടൂർ രേഖകൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കും. ഫോം ലൈൻസ് എന്ന് വെച്ചാൽ ദുർഘടമായ പ്രദേശങ്ങളുണ്ടല്ലോ, അവയുടെ ഉയരം ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തുടർച്ചയില്ലാത്ത രേഖകളായിട്ട് രേഖപ്പെടുത്തും. അതുപോലെ സ്പോട്ട് ഹൈറ്റ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക സ്ഥാനത്തിൻ്റെ ഉയരമാണ്. ഒരു കറുത്ത ബിന്ദുവും കാണും, അതിൻ്റെ കൂടെ ഒരു സംഖ്യയും കാണും. അടുത്തിനി ട്രിഗ്നോമെട്രിക്കൽ സർവേയുടെ അടിസ്ഥാനത്തിൽ സ്ഥലത്തിൻ്റെ ഉയരം ഒരു ട്രയാങ്കിൾ കാണും, അതോടൊപ്പം സംഖ്യയും കാണും. അതാണ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്. ബെഞ്ച് മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും BM എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തും ഈ ജലസംഭരണികളുടെയും പ്രധാന കെട്ടിടങ്ങളുടെയൊക്കെ ഉയരം. നെക്സ്റ്റ്, ഈ ഒരു പടം നോക്കി വെച്ചേക്കണേ. ഇവിടെ ഉണ്ട്. കോട്ടയാണിത്. കോട്ട, ഇത് അമ്പലം, പള്ളി, മുസ്ലിം പള്ളി, ശവകുടീരം, ശവപ്പറമ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ചില ദേശീയ ജലപാതകളാണിവ. NW1 ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. NW1 നമുക്ക് എല്ലാവർക്കും അറിയാം, അലഹബാദ് ഹാൽഡിയാണ് NW1. ഏത് നദിയാണ്? ഗംഗാ നദിയാണ്. ഗംഗയെന്നോ ഹൂഗ്ലി എന്നോ ഭഗീരഥി എന്നൊക്കെ തന്നെ എഴുതാം. അതുപോലെ NW1ൻ്റെ നീളം 1620 കിലോമീറ്റർ ആണ്. സാദിയ ദുബ്രി NW2 ആണ്. നീളം 891 കിലോമീറ്റർ. സാദിയ ദുബ്രി ഏത് നദിയിലായിരിക്കും? ബ്രഹ്മപുത്ര നദിയിൽ. NW3 ഏതാണ്? കൊല്ലം കോട്ടപ്പുറം വെസ്റ്റ് കോസ്റ്റ് കനാലെന്നും ചമ്പക്കര കനാലെന്നും ഉദ്യോഗമണ്ഡലം കനാൽ എന്നൊക്കെ അറിയപ്പെടും. NW3യുടെ നീളം 365 കിലോമീറ്റർ ആണ്. ഇനി NW4 കാക്കിനാട പുതുച്ചേരി നദി, കൃഷ്ണ ഗോദാവരി 2890 കിലോമീറ്റർ ആണ്. 2890 കിലോമീറ്റർ. NW4ൻ്റെ നീളം 2890 കിലോമീറ്റർ. കൊല്ലം കോട്ടപ്പുറം NW3യുടേത് 365. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ, മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഇവരിൽ ആരാണ് നേതൃത്വം നൽകിയത്? മലബാറിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ്? BM ആണല്ലേ. 3 മാത്രമാണ് ശരി. അപ്പോൾ നമുക്കറിയാം LMS എവിടെയൊക്കെയായിരുന്നു? LMS തിരുവിതാംകൂറിൽ, CMS തിരുവിതാംകൂറിലും കൊച്ചിയിലും, BM എവിടെയാണ്? മലബാറിൽ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനെ, 2021 ഓഗസ്റ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ച അന്താരാഷ്ട്ര ഘടകം ഇവയിലേതാണ്?
ആൻസർ ഓപ്ഷൻ എ UN രക്ഷാസമിതി. 2021 ഓഗസ്റ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ച അന്താരാഷ്ട്ര ഘടകമാണ്. എന്താണ് UN രക്ഷാസമിതി? ഐക്യരാഷ്ട്രസഭയുടെ കാര്യനിർവഹണ വിഭാഗമാണ് UN രക്ഷാസമിതി. അപ്പം UN രക്ഷാസമിതി എങ്ങനെയൊക്കെ അറിയപ്പെടുന്നു? ഐക്യരാഷ്ട്രസഭയുടെ കാര്യനിർവഹണ വിഭാഗം, അതുപോലെ UNOയുടെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്ന് വിശേഷിപ്പിക്കുന്നത് രക്ഷാസമിതിയാണ് കേട്ടോ. UNOയുടെ ജനാധിപത്യ വിരുദ്ധ ഘടകം. അതുപോലെ എൻഫോഴ്സ്മെൻറ്റ് വിങ് ഓഫ് UN, എൻഫോഴ്സ്മെൻറ്റ് വിങ് ഓഫ് UN എന്നറിയപ്പെടുന്നത് UN രക്ഷാസമിതിയാണ്. അപ്പം UNൻ്റെ കാര്യനിർവഹണ വിഭാഗം, ജനാധിപത്യ വിരുദ്ധ ഘടകം, അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് വിങ് ഓഫ് UN എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? UN രക്ഷാസമിതിയാണ്. അപ്പോൾ ഇതിൽ 15 അംഗങ്ങളാണുള്ളത്. UN രക്ഷാസമിതിയിലെ അംഗങ്ങളുടെ എണ്ണം 15 ആണ്. ഇതിൽ 5 സ്ഥിരാംഗങ്ങളും 10 അസ്ഥിരാംഗങ്ങളുമാണ് ഉള്ളത്, അതായത് താൽക്കാലിക അംഗങ്ങൾ. ഈ 10 താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി 2 വർഷമാണ്. 10 താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി 2 വർഷമാണ്. ഓക്കെ, ഇനി ആരൊക്കെയാണ് ഈ 5 സ്ഥിരാംഗങ്ങൾ? ചൈന, ഫ്രാൻസ്, USA, റഷ്യ, ബ്രിട്ടൻ. ചൈന, ഫ്രാൻസ്, USA, റഷ്യ, ബ്രിട്ടൻ. ഇത്രയും പേരാണ് 5 സ്ഥിരാംഗങ്ങൾ. ഈ 5 സ്ഥിരാംഗങ്ങളെ P5 രാജ്യങ്ങളെന്ന് പറയുന്നു. അതുപോലെ ഈ രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾക്ക് ഉള്ള അധികാരം, പ്രത്യേക അധികാരത്തിനാണ് വീറ്റോ അധികാരം എന്ന് പറയും. രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾക്കുള്ള അധികാരത്തെ എന്ത് പറയും? വീറ്റോ അധികാരം. അപ്പോൾ എന്താണ് വീറ്റോ അധികാരം? ഒരു സ്ഥിരാംഗത്തിൻ്റെ നിഷേധ വോട്ടിന് അവിടുത്തെ തീരുമാനത്തെ തന്നെ തടയാൻ കഴിയും. ഈ നിഷേധ വോട്ടിനെയാണ് വീറ്റോ അധികാരം എന്ന് പറയുന്നത്. വീറ്റോ അധികാരം ഒരു നെഗറ്റീവ് വോട്ടാണ്. താൽക്കാലിക അംഗങ്ങൾക്ക് എന്തില്ല? വീറ്റോ അധികാരം ഇല്ല. ഒരു സ്ഥിരാംഗം എതിരായി വോട്ട് ചെയ്താൽ സുരക്ഷാ സമിതിയിൽ ഒരു പ്രമേയവും പാസ്സാകുകയില്ല. അതുകൊണ്ടാണത് അത്രയും നെഗറ്റീവ് വോട്ടാണെന്ന് പറയാൻ കാരണം. വൻ ശക്തികളുടെയൊക്കെ എതിർപ്പ് കൊണ്ട് തന്നെ വൻ ശക്തികളുടെ പ്രത്യേകിച്ച് സ്ഥിരാംഗങ്ങളുടെ എതിർപ്പ് കൊണ്ട് ഈ വീറ്റോ അധികാരം റദ്ദാക്കാനോ ഭേദഗതി ചെയ്യാനോ ഒന്നും ഇതുവരെ സാധിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ രക്ഷാസമിതിയിൽ അധ്യക്ഷനുണ്ട്. അധ്യക്ഷൻ്റെ കാലാവധി 1 മാസമാണ്. അതുപോലെ രക്ഷാസമിതിയിൽ ഒരു പ്രമേയം പാസ്സാകാൻ വേണ്ടി 9 വോട്ട് വേണം. അതിൽ 5 സ്ഥിരാംഗങ്ങളുടെ വോട്ട് നിർബന്ധമായിരിക്കണം. എന്താണ്? രക്ഷാസമിതിയിൽ ഒരു പ്രമേയം പാസ്സാകണമെങ്കിൽ ടോട്ടൽ 9 വോട്ട് വേണം. അതിൽ 5 സ്ഥിരാംഗങ്ങളുടെ വോട്ടും നിർബന്ധമായിരിക്കും. ഓക്കെ, നമ്മളിനി താൽക്കാലിക അംഗങ്ങളുടെ കാര്യം പറയാം. 2 വർഷം മാത്രമാണ് കാലാവധി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. അതുപോലെ ഈ താൽക്കാലിക അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് പൊതുസഭയാണ്. ഇനി താൽക്കാലിക അംഗങ്ങളിൽ തന്നെ രക്ഷാസമിതി വികസിപ്പിച്ച് സ്ഥിരാംഗ പദവി നേടാൻ ശ്രമിക്കുന്ന രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയെ G4 രാഷ്ട്രങ്ങൾ എന്നാണ് പറയുന്നത്. രക്ഷാസമിതി വികസിപ്പിച്ച് സ്ഥിരാംഗത്വ പദവി ലഭിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G4 രാജ്യം. ഇതിലാരൊക്കെയുണ്ട്? ഇന്ത്യ, ജപ്പാൻ, ജർമ്മനി, ബ്രസീൽ. ഇപ്പോൾ G4 രാജ്യങ്ങൾ ആരൊക്കെയാണ്? ഇന്ത്യ, ജപ്പാൻ, ജർമ്മനി, ബ്രസീൽ. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ UN രക്ഷാസമിതി പറഞ്ഞല്ലേ. അടുത്തിനി ഒരു പ്രധാനപ്പെട്ടതാണ് പൊതുസഭ. UN പൊതുസഭ. UNOയുടെ ഏറ്റവും വലിയ ഘടകമാണ് പൊതുസഭ. ലോക പാർലമെൻ്റ് എന്നും ലോകത്തിൻ്റെ സമ്മേളന നഗരി എന്നറിയപ്പെടുന്ന പൊതുസഭയാണ്. അപ്പം UNOയുടെ ഏറ്റവും വലിയ ഘടകം ലോക പാർലമെൻറ്റ്, ലോകത്തിൻ്റെ സമ്മേളന നഗരി എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? പൊതുസഭയാണ്. UNOയിൽ അംഗമായിട്ടുള്ള എല്ലാ അംഗരാഷ്ട്രങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള ഘടകമാണ് പൊതുസഭ. ഐക്യരാഷ്ട്രസഭയുടെ അംഗരാഷ്ട്രങ്ങൾക്കെല്ലാം തുല്യ പ്രാധാന്യമുള്ള ഏക ഘടകമാണ് പൊതുസഭ. UNൻ്റെ നിയമനിർമ്മാണ സഭ എന്നറിയപ്പെടുന്നത് പൊതുസഭയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു UNOയുടെ കാര്യനിർവഹണ വിഭാഗമാണ് UN രക്ഷാസമിതി. UNOയുടെ കാര്യനിർവഹണ വിഭാഗം UN രക്ഷാസമിതിയും നിയമനിർമ്മാണ ഘടകമാണ് UN പൊതുസഭ. ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്ക്. UN പൊതുസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. പിന്നെ എപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, UN പൊതുസഭയിൽ പ്രസിഡൻ്റായ ഏക ഇന്ത്യൻ വനിതയാണ് ആര്? വിജയലക്ഷ്മി പണ്ഡിറ്റ്. UN പൊതുസഭയിൽ പ്രസിഡൻ്റായ ഏക ഇന്ത്യൻ വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. നിലവിൽ ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ സ്ഥിര പ്രതിനിധിയാണ് ആര്? രുചിര കമ്പോജ്. സ്ഥിരം പ്രതിനിധിയാണ് രുചിര കമ്പോജ്. UN പൊതുസഭയിൽ പ്രസിഡൻ്റായ ഏക ഇന്ത്യൻ വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. നിലവിലെ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിര പ്രതിനിധി ആരാണ്? രുചിര കമ്പോജ്. പ്രീവിയസ് ആണ്. നെക്സ്റ്റ് സെക്രട്ടേറിയറ്റ്. ഇപ്പം UN രക്ഷാസമിതി പഠിച്ചു, പൊതുസഭ പഠിച്ചു. അടുത്തന്നെ സെക്രട്ടേറിയറ്റ്. ഐക്യരാഷ്ട്രസഭയുടെ ദൈനംദിന ഭരണം നടത്തുന്ന ഘടകമാണ് സെക്രട്ടേറിയറ്റ്. സെക്രട്ടേറിയറ്റിൻ്റെ തലവൻ സെക്രട്ടറി ജനറലാണ്. കാലാവധി 5 വർഷമാണ്.
കാലാവധി പൂർത്തിയായി കഴിഞ്ഞാൽ സെക്രട്ടറി ജനറൽ വീണ്ടും നിയമിക്കപ്പെടാൻ പറ്റും. പുനർനിയമത്തിന് അർഹമാണ്. ലോകബാങ്ക്. ഇനി ഓപ്ഷനിലുള്ള ലോകബാങ്ക്. ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കാണ് ലോകബാങ്ക്. എന്താണ് ലോകബാങ്കിൻ്റെ ലക്ഷ്യം? വികസ്വര രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വികസ്വര രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചാണ് ലോകബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുപോലെ മനുഷ്യ വികസനം, കൃഷി, ഗ്രാമവികസനം, പരിസ്ഥിതി സംരക്ഷണം, അടിസ്ഥാന സൗകര്യങ്ങൾ, ഭരണകർത്തവ്യം എന്നിവയാണ് പ്രവർത്തന മേഖലകൾ. ഇവ അംഗരാജ്യങ്ങൾക്ക് വായ്പകളും ഗ്രാൻറ്റുകളൊക്കെ കൊടുക്കുകയാണ് ഇതിൻ്റെ ധർമ്മം. ഇനി ലോകബാങ്ക് രൂപം കൊണ്ടത് 1944 രൂപം കൊണ്ടത്. പ്രവർത്തനം ആരംഭിച്ചത് 1946 ജൂൺ 25. ലോകബാങ്ക് രൂപം കൊണ്ടത് 44, പ്രവർത്തനം ആരംഭിച്ചത് 46 ജൂൺ 25. ഇത് ചോദിച്ചിട്ടുണ്ട്. ലോകബാങ്കിൻ്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC ആണ്. ബ്രെട്ടൺ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് ലോകബാങ്കും IMFും ആണ്. ബ്രെട്ടൺ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് വേൾഡ് ബാങ്കും IMFും. വേൾഡ് ബാങ്കും IMFും ആണ് ബ്രെട്ടൺ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ ലോകബാങ്കിൻ്റെ MDയും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറുമായി നിയമിതയായ ഇന്ത്യൻ വനിതയാണ് അൻഷുല കാന്ത്. ആരാണ് അൻഷുല കാന്ത്? ലോകബാങ്കിൻ്റെ MDയും ചീഫ് ഫിനാൻസ് ഓഫീസറുമായിട്ട് നിയമിതയായ ഇന്ത്യൻ വനിത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാവേ. 10ാമത്തെ ക്വസ്റ്റ്യൻ. മേൽപ്പറഞ്ഞ കാർഷിക വിളകളിൽ ഉൽപ്പാദനത്തിൽ ഇന്ത്യ 1ാം സ്ഥാനമുള്ള വിള ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ്. നിലവിലെ ഇന്ത്യ കരിമ്പ് ഉൽപ്പാദനത്തിലാണ് 1ാം സ്ഥാനം. ഓക്കെ, നിലവിൽ കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യ 1ാം സ്ഥാനമാണ്, കരിമ്പ്. അപ്പം കാർഷിക വിളകളെ ഭക്ഷ്യവിളകളെന്നും നാണ്യവിളകളെന്നും രണ്ടായി തിരിക്കാം. അപ്പം ആഹാരം നൽകുന്നതിനായിട്ട് വളർത്തുന്ന വിളകളെ ഭക്ഷ്യവിളകളെന്നും വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിളകളെ നാണ്യവിളകളെന്നും പറഞ്ഞിട്ടുണ്ട്. വേറൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം നെല്ല്, ചോളം, ഗോതമ്പൊക്കെ ഭക്ഷ്യവിളയാണ്. കരിമ്പ്, പരുത്തി ഇതൊക്കെ നാണ്യവിളയാണ്. കരിമ്പ്, പരുത്തി നാണ്യവിളയാണ്. കാപ്പിയൊക്കെ നാണ്യവിളയാണ്. ഓക്കെ, അപ്പോൾ നെല്ല് ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനം ചൈനയ്ക്കാണ്. നെല്ല് ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനം ചൈന. അതുപോലെ ഗോതമ്പ് ഉൽപ്പാദനത്തിലും 1ാം സ്ഥാനം ആർക്ക് തന്നെയാണ്? ചൈന തന്നെയാണ്. നെല്ല്, ഗോതമ്പ് എന്നിവയുടെ ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനം ആർക്കാണ്? ചൈനയാണ്. ചോളം ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനം അമേരിക്കയാണ്. ചോളം. അപ്പം കരിമ്പ് ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനം ഇന്ത്യയാണ്. നെല്ലും ഗോതമ്പും 1ാം സ്ഥാനം ചൈനയാണ്. ചോളം ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനം അമേരിക്കയ്ക്കാണ്. ഓക്കെ, ഇനി നെല്ല് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമുണ്ട്. ഗോതമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 3ാം സ്ഥാനമാണുള്ളത്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം വെസ്റ്റ് ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ്, കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യയിലെ കരിമ്പും ഗോതമ്പും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശാണ്. ഓക്കെ.